നിങ്ങൾ എനിക്ക് മോട്ടു പത്ലുവിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു തരാമോ? ഞങ്ങളാണ് മോട്ടു പത്ലു. എന്തേ വല്ല ജോലിയുണ്ടോ? ഓ, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. ഞാൻ നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ദേ നോയിക്കേ, നിങ്ങൾ ഞങ്ങളെ കുറിച്ച് കേട്ടതൊക്കെ വളരെ തെറ്റാണ്. ഞങ്ങളിപ്പോ ആരുടെ നിന്നും കടം മേടിക്കാറില്ല. കടമോ? എന്ത് കടം? മോട്ടു പണ്ട് മുതലേ ഭയങ്കര തമാശക്കാരനാ. ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണേ. ഞാൻ കേട്ടു നിങ്ങൾ ഫുർഫുറി നഗരത്തിന്റെ അഭിമാനമാണെന്ന്. നിങ്ങൾ രണ്ടും വളരെ മാന്യന്മാരും ധൈര്യശാലികളും നല്ലവരുമാണെന്ന്. ആ കേട്ടത് വളരെ ശരിയാണ്. ഞാൻ നിങ്ങളെ എന്റെ ആഡ് ഫിലിമിന്റെ ഹീറോ ആക്കാൻ തീരുമാനിച്ചു. അതിപ്പോ ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ അവരെയൊക്കെ പോലെ. എന്താ, തയ്യാറാണോ? ഞാൻ നിങ്ങളെയും അവരെ പോലെ വലിയ ഹീറോകളാക്കാം. ഞങ്ങൾക്ക് പണ്ടേ ഹീറോ ആകാൻ കൊതിയുള്ളതായിരുന്നു. എന്റെ ചായക്കട കണ്ടാ, ഇയാൾക്ക് നല്ല ചൂടുള്ള സമൂസകൾ കഴിക്കാൻ കൊടുത്തേ. പക്ഷേ സാറ് ഈ ആഡ് എപ്പോഴാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? 2 ദിവസം കഴിയുമ്പോൾ ഫുൾ യൂണിറ്റ് ഇവിടെ എത്തും. അതുവരെ ഞാൻ ഈ ഫുർഫുറി നഗരത്തിൽ നിങ്ങളോടൊപ്പം കറങ്ങി കറങ്ങി നടന്ന് ഷൂട്ടിങ്ങിനുള്ള ലൊക്കേഷൻ കണ്ടെത്തും. മനസ്സിലായോ? ബോസ് ബോസ്, നല്ലൊരു സന്തോഷ വാർത്തയുണ്ട്. ആരുടെ പോക്കറ്റ് അടിച്ച് ആരാ നിന്നെ ഇടിച്ചത്? പെട്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്ക്. നീ എത്ര രൂപ മോഷ്ടിച്ചു? ബോസ്, രൂപയൊന്നും മോഷ്ടിച്ചില്ല. വാർത്ത എന്താണെന്ന് വെച്ചാ മോട്ടു പത്ലേനെയും അഡ്വർടൈസ്മെന്റുകാരെ ആഡ് ഫിലിമിൽ ഹീറോ ആക്കാൻ പോകാത്രേ. ഉടനെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകാത്രേ. ഷൂട്ടിംഗ് ഇതിലിപ്പോ എന്താ എത്ര സന്തോഷിക്കാൻ? ഞാൻ ആടി ഫിലിമിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചാൽ എന്താ സംഭവിക്കുക? സന്തോഷം ഇപ്പൊ അവന്മാർക്കല്ലേ, എനിക്കല്ലല്ലോ. രണ്ടെണ്ണോ മിണ്ടി പോവരുത്. കാലെ തൂക്കി ഞാൻ നിലത്തടിക്കും. നിങ്ങൾ ആ മോട്ടുവും പത്രുവിന്റെ ആളുകളാണോ എന്റെ ആളുകളാണോ? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലേനും പറ്റൂ. കവിതക്കുള്ള ഇവരെ ഞാൻ കവിതയൊന്നും അല്ല ഇവിടെ പറഞ്ഞത്. കേൾക്ക് എന്റെ പ്ലാൻ എന്താണെന്ന്. സാറ് കുറച്ചുകൂടെ കഴിക്ക്. ഒരു സമൂസ കഴിക്കുന്നേ. മതി മതി മതി, വയറ് നിറഞ്ഞു. വരൂ, നമുക്ക് ലൊക്കേഷൻ അന്വേഷിച്ചു പോകാം. സാറേ ഈ അഡ്വർടൈസ്മെന്റിൽ പണി ചെയ്യുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം കേട്ടോ. ഇനിയിപ്പോ ഡോക്ടറോ സയന്റിസ്റ്റോ വല്ലതും ആണെങ്കിൽ ഞാനിവിടെ ഉണ്ട് കേട്ടോ. ചായക്കട ചേട്ടാ, 4 സമോസ. പിന്നെ പൈസ എത്രയാണേലും കുഴപ്പമില്ല. എത്രയാത് വെച്ചാലും പറഞ്ഞോളൂ. എന്തിനാ കളിയാക്കുന്നേ? ഇന്ന് റൊക്കം തരും, നാളെ മോട്ടിച്ചോണ്ടും പോകും. അതിലും ഭേദം സമോസ കൊണ്ടുപോയിക്കോ. ആ ആന്റിയുടെ ജീവൻ അപകടത്തിലാണ്. രക്ഷിക്കാൻ ഇവിടെ ജോളുള്ളപ്പോ വേറെ ആരുടെ ആവശ്യമില്ല. ഞാൻ രക്ഷിച്ചോളാം. സ്വന്തം ജീവൻ പണയം വെച്ച് ആ പ്രായമായ സ്ത്രീയെ രക്ഷിച്ചു. ജോണിന്റെ കളി തുടങ്ങിയിരിക്കുന്നു. മോട്ടു പത്ലു വേഗം ചെല്ല്, എന്നിട്ട് അവനെ പിടിക്കേ. ഞാനാണ് എന്റെ അമ്മോ, ഇയാളെന്തോ ധൈര്യശാലിയാണ്. ഇത്ര ധൈര്യമുള്ള ഒരാളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇൻസ്പെക്ടർ സാറേ, നിങ്ങളിവിടെ ഡയലോഗ് അടിച്ചങ്ങ് ഇരിക്കുമോ അതോ കള്ളന്മാരെ പോയി പിടിക്കുവോ? അങ്ങോട്ട് നോക്ക്. ആ ചെറിയ മനുഷ്യൻ കള്ളന്മാരോട് ഇടിച്ചു നിൽക്കുന്നത് കണ്ടോ?
ഇനി നിങ്ങൾ രണ്ടുപേരും ഓടിപ്പോ ഓടിപ്പോ. എടാ വണ്ടന്മാരെ, ഓടിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം വാരിട്ടിട്ട് ഓടിപ്പോവാനല്ല. എനിക്ക് ഇറങ്ങാൻ ഒരു അവസരം തന്നിട്ട് വണ്ടി എടുത്തിട്ട് പോയിക്കൂടായിരുന്നു. എന്റെ അമ്മോ, ഇതിപ്പോ ചേസ് ഇങ്ങോട്ട് തിരിഞ്ഞു വരികയാണല്ലോ. രക്ഷപ്പെട്ടോ. കൊള്ളാം ചേട്ടാ കൊള്ളാം, നിങ്ങൾ അടിപൊളിയാ, നിങ്ങളാണ് എന്റെ ഹീറോ. ഇതാ നിങ്ങളുടെ നഷ്ടപ്പെട്ട ആഭരണങ്ങൾ. വിശ്വസിക്കാൻ കഴിയുന്നില്ല ജോൺ, ഇത് നീയാണെന്ന്. നീ വളരെ നല്ലൊരു മനുഷ്യനാണ് ജോൺ. ശരിയെന്നാ ഞാൻ പോട്ടെ. പുറപ്പുറ നഗരത്തിൽ ഇനി ആർക്കെങ്കിലും എന്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കട്ടെ. ബൈ. മാറിക്കേ. പോകാം. എന്റെ അമ്മോ, ആ ബസ്സിനെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. Why fear when ചിങ്കം is here? നിങ്ങള് വിഷമിക്കരുത് കുട്ടികളെ, ഞാനിതാ വന്നോണ്ടിരിക്കുന്നു. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത്. നിങ്ങൾ ഇവിടെ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുമോ അതോ പിള്ളേരെ പോയി രക്ഷിക്കുമോ? ഒന്ന് വേഗം പോ, അല്ലെങ്കിൽ ആദ്യത്തെ പോലെ ജോൺ വീണ്ടും വരും. ഓടിക്കോ, ഇതെന്താ നമ്മുടെ പുറകിൽ തന്നെ വരുന്നല്ലോ. വലിയ റിപ്പയർ ആണ്, ഇതെടുത്ത് കളയണം. ഇതും കേട് വന്നിരിക്കുന്നു. എന്തു പറ്റി? നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണല്ലോ. ജോൺ ചേട്ടാ, കുറച്ച് ഗുണ്ടകൾ വന്ന് സ്കൂൾ ബസ് ഹൈജാക്ക് ചെയ്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ ഫുർഫുറി നഗരത്തിലെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോവാൻ അവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. കൂടെ വന്നേ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, കുട്ടികളെ നമ്മൾ തന്നെ രക്ഷിക്കണം. അതെ, ഇപ്രാവശ്യം ജോണിന് അവസരം കൊടുക്കരുത്. അവൻ ഈ ആർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടിയാ ഈ നാടകം കളിക്കുന്നത്. കൊള്ളാം ചേട്ടാ കൊള്ളാം, ഇങ്ങനത്തെ ഒരു ഹീറോയെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എന്റെ ആർട്ട് ഫിലിമിന്റെ ഹീറോ നിങ്ങളാണ്, നിങ്ങൾ തന്നെയാണ്. ബോസ് ബോസ്, നമ്മുടെ ആഡിന് പറ്റിയ ഒരു ഹീറോയെ കിട്ടിയിട്ടുണ്ട്. അവൻ ധൈര്യശാലിയാണ്, ശക്തിമാനാണ്, വളരെ നല്ലവനാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. യെസ് ബോസ് യെസ്. എന്റെ അമ്മോ, ആ ജോൺ നമുക്കെല്ലാവർക്കും ചീത്ത പേരുണ്ടാക്കിയല്ലോ. അവൻ ഇതൊക്കെ ആർട്ട് ഫിലിമിൽ ഹീറോ ആവാൻ വേണ്ടി ചെയ്യുന്നതാ. മോട്ടോ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്, നീ തന്നെ ആലോചിക്ക്. ഐഡിയ. ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഈ കിരീടം ഞാൻ തന്നെ മോഷ്ടിക്കും. എന്നെക്കാളും ശക്തി വേറെ ആരുമില്ല. കൊള്ളാം ബോസ് കൊള്ളാം, എന്ത് നല്ല കവിതയാ. ഈ ജോൺ ആയിരിക്കും
ഡോൺ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഈ വജ്രത്തിന്റെ കിരീടം ഇനി എനിക്ക് സ്വന്തം. എന്നെ തടയാൻ ഇനി ആരുണ്ട്? പിടിച്ചു കഴിഞ്ഞു. ഈ ചിങ്കത്തെറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ഇപ്പൊ കണ്ടില്ലേ, ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഇവൻ കള്ളന്മാരിൽ കള്ളനാണെന്ന്. ഇവൻ ഈ നാടകം കളിച്ചതൊക്കെ ആ ആർട്ട് ഫിലിമിൽ ഹീറോ ആകാൻ വേണ്ടിയാ. അതെ, ഇവന്റെ ആൾക്കാർ തന്നെ മോഷ്ടിക്കുന്നതും ബസ് ഹൈജാക്ക് ചെയ്യുന്നതും ഒക്കെ. എന്നിട്ട് ഇതെല്ലാം അവൻ വന്ന് രക്ഷിക്കും. ഇയാൾ ഒരു കള്ളനാണ്, പക്ഷെ മികച്ച ഒരു നടനുമാണ്. ഞാൻ ആലോചിക്കുന്നത് അടുത്ത പടത്തിന് ഇവനെ അങ്ങ് ഹീറോ ആക്കിയാലോ. ഞാനാണ് ആർട്ട് ഫിലിമിന്റെ ഹീറോ.